കോമഡി ഉണ്ട്, ത്രില്ലുണ്ട്, ഭയങ്കര നല്ല നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫോമൻസ്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അർജുനാശവും റാഫിക്കയുടെ മകനും ഒക്കെ നല്ല ഗ്രാൻഡ് ആയിട്ട് നല്ല ത്രില്ലർ മൂടുള്ള ഒരു പടം. നല്ല പടം, നല്ല നായകൻ നല്ല അടിപൊളിയായിരുന്നു. ഒരു കുഴപ്പമില്ല, ഒരു ത്രില്ലർ ജോണറിൽ പോണ നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു ചിത്രം. യുവതലമുറയ്ക്ക് ഇന്ന് സന്ദേശം നൽകുന്ന ഒരുപാട് പിടിയിലാണ് നമ്മുടെ യുവതലമുറ. വഴിതെറ്റാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ തന്നെ അദ്ദേഹം നാദൃഷിക്കന്റെ പടം എന്ന് പറയുമ്പോൾ നമുക്ക് കോമഡിയാണ് പ്രതീക്ഷ വരുന്നത്. സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള കോമഡിയാണ് ഇതിലുള്ളത്. മുബിൻ റാഫി എന്ന് പറയുന്ന നമ്മുടെ റാഫിക്കാരന്റെ മകനാണ് ഇതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അർജുൻ അശോകൻ അദ്ദേഹം നല്ല രീതിയിൽ തുല്യ പ്രാധാന്യമുള്ള നല്ലൊരു അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എന്റർടൈൻമെന്റ് കോമഡി എല്ലാം ഉണ്ട്. സസ്പെൻസ് ഉണ്ട്, മീൻസ് അതിപ്പോ എല്ലാരും പോയി തന്നെ കാണുന്നതായിരിക്കും നല്ലത്. ഇല്ല, അത് സ്റ്റാർട്ടിങ് പ്രതീക്ഷിച്ചു, പക്ഷെ സ്റ്റാർട്ടിങ് ഇല്ല, സെക്കൻഡ് ഹാഫ് കോമഡി ഉണ്ട്. പ്രതീക്ഷിക്കാതെയാണ് പെട്ടെന്ന് ഒരു കോമഡി വന്നത്. നല്ല രസമുണ്ട്, മീൻസ് എങ്ങനെ പറയേണ്ടത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ, പക്ഷെ എല്ലാരും കാണണം. എങ്ങനെ പെർഫെക്റ്റ് ആണ്, നല്ല അടിപൊളിയാ. എല്ലാ ഓഡിയൻസിനും ഇപ്പൊ എനിക്കിഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവരുടെ അഭിപ്രായം എങ്ങനെയെന്ന് എനിക്കറിയില്ല. ആദ്യം കണ്ടപ്പോ ഞാൻ ഓക്കെ, മനസ്സിനൊരു എന്താ പറയുക കുളിർമ വരില്ലേ, ഫസ്റ്റത്തെ പാട്ടും സംഭവം കണ്ടപ്പോ ഒരു മനസ്സിന് നല്ല ഫീലിംഗ് ഗുഡായിരുന്നു. പിന്നെ അങ്ങോട്ട് കുറച്ച് പ്രതീക്ഷിച്ചിരുന്നു. സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോഴത്തേക്കും ഇന്റർവെല്ലിന് ശേഷം കോമഡി ഉണ്ട്. അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആദ്യമായിട്ടാണുള്ളത് ഇങ്ങനെ എക്സ്പീരിയൻസ്. കാരണം അതിന്റെ കുറെ സന്തോഷമുണ്ട്. അവരുടെയൊക്കെ ചെറിയ സിരിയൊക്കെ കിട്ടുമ്പോ ഒരുപാട് സന്തോഷം, ഭയങ്കര സന്തോഷം തോന്നി. എല്ലാവർക്കും വർക്കായിട്ട് പരിപാടി ഭയങ്കര നല്ലോണം റിസീവ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വർക്കായിട്ട് തോന്നി വരും. നല്ല അടിപൊളിയാ, നന്നായി. തമാശയൊക്കെ ആദ്യമായിട്ടല്ലേ ചെയ്യണേ, നന്നായിട്ട്. ഓ അടിപൊളി, എല്ലാവരും പോസിറ്റീവായിട്ട് കുടുംബമായിട്ട് കാണാൻ പറ്റിയ എല്ലാം ഉണ്ടല്ലോ, തമാശയും. നല്ല പടം, നല്ല സിനിമ, നന്നായിട്ടുണ്ട്. നല്ല സിനിമയാണ്, നന്നായിട്ട്. അത് ഇനി ഓഡിയൻസ് തീരുമാനിക്കണം. ഇഷ്ടപ്പെട്ടു, മനസ്സിലായി. കോമഡി ഉണ്ടായിരുന്നു. സാധാരണ ചെയ്യുന്നതിലും ഒരു ഡിഫറെന്റ് ആയി തോന്നി. ഇഷ്ടപ്പെട്ടു, നല്ലോണം. ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലോണം ഹാൻഡിൽ ചെയ്ത്. അവർക്ക് കണക്ട് ആയെന്ന് തോന്നിയില്ല, പക്ഷെ എനിക്കത് കാണുമ്പോ സങ്കടമായി. കരച്ചില് വന്നു കരയുമ്പോ, അർജുൻ ചേട്ടൻ കരയുമ്പോഴാണ്, ദേവി കരയുമ്പോഴാണ് ഉള്ള ചില്ലാണെന്നുള്ളൊരു പ്രതികരണമുണ്ട്. നല്ല രസമായിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും സിനിമകള് ഓരോരുത്തരുടെ ഓരോ കഷ്ടപ്പാടുകൾ കാര്യങ്ങളാണല്ലോ. അപ്പൊ അത് ശരിക്കും പ്രൂവ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് പരിപാടി നീങ്ങിയിട്ടുണ്ട്. ചെയ്യാൻ പറ്റിയെന്നാണ് എന്റെ വിശ്വാസം. ഇനി പ്രേക്ഷകർ പറയട്ടെ. അതെ, ഇമോഷൻസ് എന്റെ ഉണ്ടായില്ല. മറ്റുള്ള പരിപാടിയിലൊക്കെ ഇമോഷൻസ് ഉണ്ടായിരുന്നു. കുറച്ച് ഫണ്ണും എലമെന്റ് ഉണ്ടായിരുന്നു. അതെ, ലാസ്റ്റിലെ പരിപാടിയൊക്കെ വൈകുന്നേരത്ത് വർക്ക്ഔട്ട് ആയി. പരിപാടി നല്ല കോമഡി ഉണ്ട്. ക്ലൈമാക്സ് സൂപ്പറായിരുന്നു. ഇപ്പോഴത്തെ യൂത്തിന്റെ ഇടയിൽ കുഴപ്പമില്ല, നല്ല തിരക്കേടില്ല. ഡിഫറെന്റ് സബ്ജക്ട്, എന്റർടൈനിങ് ആണ്. ക്ലൈമാക്സ് കണ്ടിരിക്കാം. മെസ്സേജ് അങ്ങനെ എന്റർടൈനിങ് ആണ്, കുഴപ്പമില്ലാത്ത അടിപൊളി സിനിമ. നല്ല എൻഗേജ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. സിനിമ വൻ വിജയമാക്കി മാറ്റുക. നല്ലൊരു പടമാണ്, ഗംഭീര സിനിമയാണ്. എല്ലാവരും ഇതിനകത്ത് അഭിനയിച്ചവരെല്ലാം നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്.